ഉറപ്പിച്ചു വെക്ക്, കുറച്ചുകൂടെ കയറ്റി വെക്ക്. അതെ, ഇങ്ങനെയാണോ? ഇങ്ങനെയാണ് വെച്ചു. കരണ്ടി ഇങ്ങനെ ഇത്തിരി വെള്ളം ഇങ്ങനെ എല്ലാ മെമ്പർമാരും ഇവിടെ വേദിയിലേക്ക് വരിക. ഇതിലേ കണ്ടി തരാം. കല്ലവിടെ മുകളിൽ ഇത്തിരി വെള്ളം തന്നെ.
എല്ലാവരും തൊടുന്ന അങ്ങോട്ട് പോകാല്ലേ. വേണ്ട ഇവിടെ കുഴപ്പമില്ല തന്നെ പറയാം. ഈ സെന്റർ അനുവദിച്ച് കിട്ടിയത് 15 വർഷക്കാലത്തോളം നമ്മൾ വാടക കെട്ടിടത്തിൽ മാറി മാറി ഓരോ സ്ഥലങ്ങളിൽ നമ്മുടെ ഈ അംഗനവാടി കുട്ടികളെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഈ വാർഡിൽ ചുമതലയേൽക്കുമ്പോൾ ഫിറ്റ്നസ് കിട്ടിയില്ല എന്നുള്ളൊരു കാരണത്താൽ ഈ അംഗനവാടി കുട്ടികളെ കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ തന്നെയാണ്, എന്റെ കുടുംബവുമാണ് ഈ അലമാരികള്, മറ്റു ഉപകരണങ്ങള്, ഫയലുകള്, ബുക്കുകള് എല്ലാം തലയിൽ ചുമന്നു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം അല്ലെ. ആ മാറ്റത്തിനൊപ്പം നിന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്, നമ്മുടെ നാട്ടുകാരാണ്, സന്നദ്ധ പ്രവർത്തകരാണ്. അതിന് എന്റെ നന്ദി കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത കുറെ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വിഷമാവും. മനസ്സുകൊണ്ട് കൂടെ നിന്നവർ, വിശ്വസിച്ചു കൂടെ നിന്നവർ എല്ലാവരെയും ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുകയാണ്. അവരുടെ ആ എഫേർട്ട് ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ ബഹുമാനിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി അശ്വതി ബിബി അവരുടെ അധ്യക്ഷനായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യോഗം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി പെട്രോളിയം ആൻഡ് ടൂറിസം വകുപ്പ് MP ശ്രീ സുരേഷ് ഗോപി അവർ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച 4ാം വാർഡിന്റെ മെമ്പർ ശ്രീമതി ഗീത ജയൻ, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ TK ഹസൈൻ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എത്രയും പ്രിയപ്പെട്ടവരെ, ഈ നാടിനെ സംബന്ധിച്ച്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന നിമിഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തില് 48 അംഗനവാടികളാണ് ഉള്ളത്. ഈ 48 അംഗനവാടികളിൽ 28 അംഗനവാടികൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ സ്മാർട്ട് അംഗനവാടികളാക്കി മാറ്റി. സ്മാർട്ട് അംഗനവാടികൾ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അംഗനവാടികളാക്കി നമ്മൾ ഉയർത്തി. അതിനുശേഷം നമ്മുടെ പഞ്ചായത്തില് 6 അംഗനവാടികൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ 48 അംഗനവാടികളിൽ 42 അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടവും 6 അംഗനവാടികൾ വാടക കെട്ടിടത്തിലുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 4 അംഗനവാടികൾക്കും സ്വന്തമായി ഭൂമി നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ബാക്കി ഇനി 2 അംഗനവാടികൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ അത്രയും നല്ല രീതിയിലുള്ള ഒരു പരിശ്രമം. ഇപ്പൊ നേരത്തെ ഇവിടെ മെമ്പർ പറഞ്ഞതുപോലെ
ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളോടാണ്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു അംഗനവാടി വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ, അല്ലെങ്കിൽ അത് ആവശ്യം അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജനകീയ കൂട്ടായ്മ, എനിക്ക് തോന്നുന്നത് അത് ഈ കേരളത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. ലക്ഷല്ലേ 3,40,000 രൂപ ഇവിടെ ജനങ്ങൾ സമാഹരിച്ചു ഈ അംഗനവാടിക്ക് സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നല്ലൊരു കയ്യടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാം. അതൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. അതായത് ഒരു അംഗനവാടി ഇത്തരം കേന്ദ്രങ്ങൾക്ക് ഞങ്ങള് ജനങ്ങളുടെ എല്ലാ സഹകരണവും കൂടെയുണ്ട്. ജനകീയ ആസൂത്രണം മുതൽ 1996 ശേഷം നമ്മൾ ഇങ്ങോട്ട് കണ്ടിട്ടുള്ള വികസനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള ഒരു കൂട്ടായ്മ, അതാണ് ജനകീയ ബദൽ എന്ന് പറയുന്നത്. അത്രയും വലിയൊരു സപ്പോർട്ട് മെമ്പർ അതിന് നല്ല നേതൃത്വം കൊടുത്തു. മെമ്പറിനോടൊപ്പം ഇവിടുത്തെ ജനങ്ങൾ നിന്നു. നമ്മൾ നല്ല രീതിയിൽ അതിന് സ്ഥലം വാങ്ങിച്ചു. ഇപ്പോ MP അതിന് ഫണ്ട് അനുവദിച്ചു. നമ്മൾ അതിന്റെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 19ാം വാർഡില് ബിജു മെമ്പറുടെ വാർഡില് ഈ ബുധനാഴ്ച നമ്മള് അടുത്ത അംഗനവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ KK രാമചന്ദ്രൻ അവറുകള് 27 ലക്ഷത്തോളം രൂപയാണ് അംഗനവാടിക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. എന്റെ വാർഡില് അംഗനവാടിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തി അതിന്റെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും അംഗനവാടികൾക്ക് നല്ല അത്യാധുനിക സൗകര്യമുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉറപ്പുവരുത്തുകയാണ്. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് 16ാം വാർഡിലെ അംഗനവാടി എന്ന് പറയുന്നത് AC ഉൾപ്പെടെയുള്ള ഹൈടെക് അംഗനവാടിയാണ്. പണ്ട് നമ്മൾ കുട്ടികളെ വിട്ടുകൊണ്ടിരുന്ന പോലത്തെ ഒരു അംഗനവാടി ഒന്നും അല്ല ഇപ്പോ. അപ്പൊ അത്രയും മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ ഉയരുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാലയങ്ങളും. ഇപ്പോ കോടാലി സ്കൂളിന്റെ 1.25 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി അതിന്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞു. അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. വെള്ളിക്കുളങ്ങര സ്കൂളില് 1 കോടി രൂപയുടെ അനുമതി ലഭിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ GLPS അവിട്ടപ്പള്ളി സ്കൂളിന് അടച്ചുപൂട്ടാൻ പോയിട്ടുള്ള വിദ്യാലയമാണ്. 12 കുട്ടികൾ മാത്രം ഉണ്ടായിരുന്നിട്ട് അടച്ചുപൂട്ടാനായി പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്ന സ്കൂളാണ്. ആ സ്കൂളിന് മറ്റത്തൂർ പഞ്ചായത്ത് 50 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ജില്ലയിലെ ആദ്യത്തെ മോഡൽ പ്രീ പ്രൈമറി സ്കൂളാക്കി 2022 ഉയർത്തി. ഇപ്പൊ വീണ്ടും 1 കോടി രൂപ സംസ്ഥാന സർക്കാർ GLPS ഔട്ടപ്പള്ളി സ്കൂളിന് വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെയൊക്കെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സർക്കാർ വിദ്യാലയങ്ങളോ സർക്കാർ ആശുപത്രികളോ അംഗൻവാടികളോ ഒന്നുമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്ത്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റോഡ് വരുമ്പോ ഒരു വികസനം വരുമ്പോ അതിനോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്കിതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചത്. ഇപ്പൊ നമുക്കിവിടെ മലയോര ഹൈവേ വരുന്നുണ്ട്. ഇപ്പോ നമ്മൾ ഈ വരുന്ന റോഡ് നമ്മുടെ പുതുക്കാട് ഇഞ്ചക്കുണ്ട് മുപ്ലി റോഡ് 59 കോടി രൂപയാണ് കിഫ്ബിയിൽ അനുവദിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ റോഡ് വരുമ്പോ കാണാം കുറച്ച് മോശപ്പെട്ട റോഡാണ്, കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടി വരുമ്പോ ഈ അംഗനവാടിയിലേക്ക് വന്നവർക്ക് അറിയാൻ പറ്റും. ആ റോഡിന് വേണ്ടിയിട്ട് 59 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ആ മതിലിന്റെ സൈഡിലൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ് 8 മീറ്റർ 7 മീറ്ററിനൊക്കെ. നമുക്ക് 9 മീറ്റർ സ്ഥലം വേണം. വാർഡ് മെമ്പറും നമ്മൾ എല്ലാവരും അതിനു വേണ്ടി സർവേക്ക് വേണ്ടി ഇറങ്ങി ആളുകളെ കണ്ട് ഫോം ഒപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോം ഒപ്പിടിക്കൽ 100% പൂർത്തീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് TS ടെൻഡർ നടപടികളിലേക്ക് നമ്മൾ പോവാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിക്കിടക്കുന്ന ഒരു വർക്കാണ്. 2 സൈഡിലും ഡ്രൈനേജ് ഉൾപ്പെടുത്തി ഏറ്റവും നല്ല രീതിയിലുള്ള BMPC നിലവാരത്തിലുള്ള റോഡ് വരാൻ പോവാണ് ഈ തൊട്ടുമുറ്റത്ത്. അപ്പൊ അത്രയും നല്ല മെച്ചപ്പെട്ട സഞ്ചാര സൗകര്യമുള്ള റോഡ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ വേണ്ടി മാത്രമല്ല മലയോര ഹൈവേക്ക് വേണ്ടി 100 കോടി രൂപയിലധികം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ വെള്ളിക്കുളങ്ങര സ്കൂളിന്റെ മുൻവശത്തുള്ള റോഡ് ആകെ കുണ്ടും കുഴിയാണ്. പക്ഷെ അവിടെ എന്തോ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് അവിടെ ആളുകൾ ഹൈക്കോടതിയിൽ കേസിന് പോകുകയും സ്ഥലത്തിന് പൈസ വേണം എന്ന രീതിയിലൊരു കാര്യം ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് അത് നീണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വെള്ളിക്കുളങ്ങരയിൽ നിന്നും ഉദ്ഘാടനം തുടങ്ങേണ്ട വർക്കായിരുന്നു. ഇപ്പൊ അത് സഞ്ചാര സൗകര്യമാക്കുന്നതിന് വേണ്ടി തൽക്കാലമായിട്ടാണ് അത് ടാർ ചെയ്യുന്നത്. ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇതാണോ മലയോര ഹൈവേ എന്നുള്ള രീതിയിൽ. അതല്ല മലയോര ഹൈവേ.
രണ്ട് സൈഡും ഡ്രൈനേജ് ഉൾപ്പെടുത്തി ഏറ്റവും നല്ല രീതിയിലുള്ള റോഡാണ് നമുക്ക് വരാൻ പോകുന്നത്. അങ്ങനെ എല്ലാ മേഖലകളും എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 100 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഗ്രാമപഞ്ചായത്തിൽ, ഈ ഒരു നാട്ടില് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അതിൽ ത്രിതല പഞ്ചായത്തിന്റെ ഫണ്ട് ഉണ്ട്, MLA-യുടെ ഫണ്ട് ഉണ്ട്, സർക്കാരിന്റെ ഫണ്ട് ഉണ്ട്, MP ഫണ്ട് ഉൾപ്പെടെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഒരു ഗ്രാമമാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു കാർഷിക ഒരു മലയോര ഗ്രാമത്തിൽ നമ്മൾ ഈ 5 വർഷം 5 ആണ്ട് കൊണ്ട് നേടിയെടുത്തിട്ടുള്ള വികസന പ്രവർത്തനം ഇങ്ങനെയാണ്. അതിലെല്ലാ ജനപ്രതിനിധികൾ അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിച്ചിട്ടുണ്ട്. അതിനെ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ വാർഡില് നല്ല രീതിയിൽ ഗീതാ മെമ്പർ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ജനങ്ങളും കൂടെ നിന്നിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന രീതിയിൽ നമ്മളെടുത്ത ഓരോ ആവശ്യങ്ങളും ഈ വാർഡിലെ വികസനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഫണ്ട് ലഭ്യതയ്ക്ക് അനുസരിച്ച് ഇപ്പൊ ലൂർദുപുരം സ്കൂള് ഈ വാർഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിന് 40 ലക്ഷം രൂപയാണ് ഇപ്പോൾ MLA അനുവദിച്ചിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് വികസനം എത്തിക്കാൻ സാധിച്ച വർഷങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അതിന് കൂടെ നിന്ന ജനങ്ങളോടും ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും എല്ലാവരോടുമുള്ള ഒരു നന്ദി കൂടി അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഇവിടെ എത്തിയ എല്ലാവരെയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.